കാഴ്ച കേരളത്തിലെ ഒരു ഫുട്ബോൾ പ്രേമിയും കാണാൻ ആഗ്രഹിച്ചതല്ല. അരീക്കോട് ചെമ്രക്കടവിൽ നടന്ന ഫൈവ്സ് ഫുട്ബോൾ മത്സരം. ഒരു കോർണർ കിക്ക് എടുക്കാൻ നടന്നു നീങ്ങുകയായിരുന്നു ഐവറി കോസ്റ്റ് താരം അസൻ ജൂനിയർ. കാണികളിൽ നിന്ന ബ്ലാക്ക് മങ്കി എന്ന വിളികൾ. ചോദിക്കാനായി പോയ താരം നേരിട്ടത് ക്രൂരമർദ്ദനം. Les supporters de l'équipe Aves ont commencé à m'injurier encore. De séjour, saint, black, noir, tout ça. കളിക്കിടെ ഓപ്പോസിറ്റ് ടീമിലെ ഓഡിയൻസ് ഇവനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റേഷ്യലി ഹരാസ് ചെയ്ത് സംസാരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം കല്ലെടുത്ത് തലക്കെറിഞ്ഞു. അപ്പോൾ തലക്കെറിഞ്ഞപ്പോൾ ഇവൻ ആ തലക്കെറിഞ്ഞ ആൾക്കെതിരെ തിരിഞ്ഞ സമയത്ത് ആ മോബ് ആൾക്കൂട്ടം കംപ്ലീറ്റ് ഇവനെ ആക്രമിക്കാനുണ്ടായത്. വീഡിയോ സഹിതം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് താരം പരാതി നൽകി. അരീക്കോട് പോലീസ് കേസെടുത്തു. വേഗവും ഡ്രിബ്ലിംഗ് പാടവും കൊണ്ട ഫുട്ബോൾ ലോകത്തിൻ്റെ മനം കവർന്ന ബ്രസീലിയൻ യുവതാരം വിനീഷ്യസ് ജൂനിയർ. വിനിയുടെ വേഗത്തെയും നൈപുണ്യത്തെയും മൈതാനത്ത് മറികടക്കാൻ സാധിക്കാത്തതിൻ്റെ അമർഷം ഒരു കൂട്ടം തീർത്തത് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ്. പക്ഷേ അവിടെ ഫുട്ബോൾ ലോകം ഒന്നിച്ചു, വിനിക്ക് വേണ്ടി. അതാണ് കാൽപന്തിൻ്റെ ചരിത്രവും. മലപ്പുറവും കേരളവും ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ നാടാണ്. ആ സ്നേഹം തിരിച്ചറിഞ്ഞെത്തിയ അതിഥികളാണവർ. കേരളത്തോട് ഈ നാടിൻ്റെ ഫുട്ബോൾ ഭ്രമത്തിനോടും സ്നേഹം മാത്രമേ അവർക്കുള്ളൂ. When you go to play match, you will see bunch of people in the stadium because the Kerala people love the game. They love football. Football is their passion. നൈജീരിയക്കാരനും ഗാനക്കാരനും ലൈബീരിയക്കാരനും സുഡാനിക്കാരനും ഇവിടെ ഒരു പേരേയുള്ളൂ, സുഡു. അത് സ്നേഹത്തിൽ ചാലിച്ച ഓമന പേരാണ്. അവസാനത്തെ സംഭവമായി മാറട്ടെ എന്നായിരിക്കും കേരളത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമിയും ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഉരുളുന്ന പന്തിന് പറയാനുള്ളത് കാൽപന്തിനോടുള്ള ഒടുങ്ങാത്ത മുഹബത്തിൻ്റെ കഥയാണ്. അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.